കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ വ്യൂ പോയിന്റുകളിലൊന്നായ കൊല്ലം ജില്ലയിലെ രാജാത്തോട്ടത്തേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. പുലർച്ചെ 4 മണിക്ക് തന്നെ ഒരു ചായയും കുടിച്ച് തമ്പാനൂരിൽ നിന്ന് തെന്മലയിലേക്ക് വണ്ടി കയറി. 6 മണി ആയപ്പോഴേക്ക് തന്നെ തെന്മല എത്തി. ഇനി ആര്യങ്കാവ് ചുരം കയറണം. ബസ് എപ്പോഴാണ് ഉള്ളതെന്ന് പോലും അറിയാതെ നിൽക്കുമ്പോഴാണ് ഒരു പിക്കപ്പിന് വെറുതെ ഒന്ന് കൈയാട്ടിയത്. ആൾ നിർത്തി. പണ്ട് സ്കൂളിലേക്ക് ലിഫ്റ്റ് അടിച്ച് പോയതാണ് എനിക്കിപ്പോൾ ഓർമ്മ വന്നത്. ചുരത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് ആര്യങ്കാവ് എത്തി. ഇനി ഇവിടുന്ന് 10 കിലോമീറ്ററോളം പോകാനുണ്ട്. മുകളിലേക്ക് പോകാൻ ഇവിടെ ജീപ്പുകൾ അവൈലബിൾ ആണ്. ഞങ്ങൾക്കെന്തോ ഭാഗ്യമുള്ളതുകൊണ്ട് ദേവദൂതനെ പോലെ ഒരു KSRTC ഞങ്ങളുടെ മുന്നിലേക്ക് വന്നു. ദിവസവും 2 നേരം ഈ റൂട്ടിൽ റോസ്മല വരെ KSRTC സർവീസ് അവൈലബിൾ ആണ്. KSRTCയിൽ ഒരു അടിപൊളി ട്രക്കിങ്ങും കഴിഞ്ഞ് റോസ്മലയിലേക്കും രാജാത്തോട്ടത്തേക്കും തിരിയുന്ന വഴിയിൽ ഞങ്ങൾ ഇറങ്ങി. ഇനി 1 കിലോമീറ്ററോളം നടന്നിട്ട് വേണം മല കയറാൻ. നടക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ കയ്യിൽ കരുതി ഇഡ്ഡലിയും കഴിച്ച് അരുവികളൊക്കെ ആസ്വദിച്ച് നേരെ മലയിലേക്ക്. മല കയറാൻ തുടങ്ങിയതും വേറൊരു ലോകത്തെത്തിയ ഫീലായിരുന്നു കേട്ടോ. 1 കിലോമീറ്ററോളം ഈ ഒരു മല കയറാനുണ്ട്. മല കയറൽ സത്യം പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. വെയിൽ ചൂടാകുമ്പോഴൊക്കെ തന്നെ ഞങ്ങൾ മലൻ്റെ മുകളിലെത്തി. ഒരു ഭാഗത്ത് കേരളത്തിൻ്റെ മലകളും മറുഭാഗത്ത് തമിഴ്നാടിൻ്റെ തെങ്കാശിയും ചെങ്കോട്ടയും. ഇത്രയും നേരം നടന്നതിൻ്റെ ക്ഷീണം മുകളിലെത്തി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഇതിലോ പോയിട്ടു. അധികം ആരും അറിയാത്ത ഒരു സ്വർഗ്ഗം തന്നെയാണ് കേട്ടോ ഈ ഒരു രാജാത്തോട്ടം. കുറച്ച് നേരം അവിടെ ഇരുന്ന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ മല ഇറങ്ങി. മല കയറിയതിനേക്കാൾ റിസ്ക് ആയിരുന്നു കേട്ടോ ഇറങ്ങാൻ. ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഇത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതൊരു റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ സ്വന്തം റിസ്കിൽ മാത്രമേ ഇവിടെ കയറാൻ പാടുള്ളൂ. മല ഇറങ്ങി ഒരു വീട്ടിൽ കയറി വെള്ളം കുടിച്ച് ഞങ്ങൾ നേരെ ജോൺസേട്ടൻ്റെ വീട്ടിൽ കയറി. ഞങ്ങളെ കൂടെ മുമ്പ് ഇവിടെ വന്നിരുന്ന കുറച്ച് പേരുണ്ടായിനി. അന്ന് അവർ പരിചയപ്പെട്ടതാണ് ഈ ഒരു ജോൺസേട്ടനെ. ചേട്ടൻ സമ്മതം തന്നതും ചേട്ടൻ്റെ വീട്ടിലെ പേരക്കമരം ഞങ്ങൾ കാലിയാക്കി കൊടുത്തു. ഇവിടുന്ന് ആര്യങ്കാവിലേക്ക് 1000-ന് മുകളിലാണ് വണ്ടിക്കൊക്കെ ചാർജ് വരുന്നത്. എന്നാൽ ജോൺസൺ ചേട്ടൻ ഇടപെട്ട് വെറും 300 രൂപയ്ക്ക് ഞങ്ങൾക്കൊരു ജീപ്പ് സെറ്റാക്കി തന്നു. അങ്ങനെ വീണ്ടും ആര്യങ്കാവ് എത്തി. ഇവിടുന്ന് ഞങ്ങൾ നേരെ പോയത് കല്ലട ഡാമിലേക്കാണ്. അതിൻ്റെ കഥകൾ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ബൈ, പിന്നെ കാണാം.